ഒരു കൂട്ടം അമ്മമാർ അവരുടെ പെൺമക്കൾക്ക് വേണ്ടി തീപ്പന്തവും കല്ലുകളുമായി തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവർ അവർക്കെതിരെ മുഖം തിരിച്ചു നിൽക്കുമ്പോൾ അവർ തന്നെ അവസാനം തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയാണ്. കഴിഞ്ഞ 1.5 മാസത്തോളമായി ഇന്ത്യയൊട്ടാകെ കത്തിപ്പടരുന്ന സന്ദേശ് ഗാലി സംഭവത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. എന്താണ് സന്ദേശ് ഗാലിയിൽ സംഭവിക്കുന്നത്? എന്താണിതിന് പിന്നിലെ സത്യം? ഇന്ത്യയിലെ ഒരേയൊരു വനിതാ മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനം ബംഗാൾ. അവിടെ സ്ത്രീകൾ ഒട്ടും സുരക്ഷിതരല്ല. അത് അവിടെയുള്ള സ്ത്രീകളുടെ തന്നെ വാക്കുകളാണ്. പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റ പ്രദേശം ഉൾപ്പെടുന്ന നോർത്ത് 24 പർഗാനാസ് ജില്ലയിലാണ് സന്ദേശ് ഗാലി എന്ന ഗ്രാമം. ഏകദേശം 4.5 മാസം മുമ്പ് ആരംഭിച്ച ചില പ്രശ്നങ്ങൾ ഇന്ന് സന്ദേശ് ഗാലിയെ രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രം ആക്കിയിരിക്കുകയാണ്. ഈ വർഷം ജനുവരിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു സംഘം സന്ദേശ് ഗാലി ഫസ്റ്റ് ബ്ലോക്കിൽ വണ്ടിയിറങ്ങുന്നത്. അവരുടെ ലക്ഷ്യം ഷെയ്ഖ് ഷാജഹാനായിരുന്നു. ബംഗാൾ ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ശക്തനായ പ്രാദേശിക നേതാവ്. സംസ്ഥാനത്തെ റേഷൻ കുംഭകോണത്തെക്കുറിച്ച് എന്നുവെച്ചാൽ അവിടെയുള്ള പൊതുവിതരണ സംവിധാനത്തിനുള്ളിൽ നടക്കുന്ന അഴിമതിയെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ED സംഘം ഷെയ്ഖ് ഷാജഹാന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയത്. റെയ്ഡിനെത്തിയ ED സംഘത്തെ ഷാജഹാന്റെ കൂട്ടാളികൾ തടഞ്ഞുവെച്ചു. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. EDയുടെ കയ്യിൽപ്പെടാതെ അവർ തങ്ങളുടെ നേതാവിനെ രക്ഷപ്പെടുത്തി. അങ്ങനെ ഷെയ്ഖ് ഷാജഹാൻ ഒളിവിൽ പോയി. 55 ദിവസത്തോളമായി ഒളിവിൽ പോയ ഷാജഹാനെ കഴിഞ്ഞ ദിവസം ബംഗാൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത വാർത്തകൾ വന്നു. ഇതോടെ ഈ വാർത്തയ്ക്ക് ചെറിയ ശമനം കിട്ടി. എങ്കിലും ആ ഗ്രാമവാസികളുടെ പ്രശ്നം അവിടെ തീരുന്നില്ല. EDയെ ആക്രമിച്ചതും തൃണമൂൽ നേതാവിന്റെ ഒളിച്ചോട്ടവുമൊക്കെ സന്ദേശ് ഗാലിയെ വലിയ വാർത്തയാക്കി. ദേശീയ ശ്രദ്ധ തന്നെ അങ്ങോട്ടെത്തി. അതിന് പിന്നാലെയാണ് മറ്റു ചില ഗുരുതര ആരോപണങ്ങളും അവിടെ നിന്ന് ഉയർന്നത്. ഈ അടുത്ത് അവിടെ 13-കാരിയായ പെൺകുട്ടിയെ അവിടുത്തെ രാഷ്ട്രീയ ഗുണ്ടകൾ റേപ്പ് ചെയ്ത് കൊന്നതിനെ തുടർന്നാണ് ഈ അമ്മമാർ സമരത്തിനായി ഇറങ്ങിയത്. ഗ്രാമത്തിലെ സ്ത്രീകൾ ചൂലും വടികളുമായി സന്ദേശ് ഗാലിയിലെ പ്രധാന റോഡുകൾ ഉപരോധിച്ചു. അവരുടെ ആവശ്യം ഷാജഹാനെയും അയാളുടെ അടുത്ത അനുയായികളുമായ ഷിബ പ്രസാദ് ഹസ്രയെയും ഉത്തം സർദാറിനെയും എത്രയും വേഗം അറസ്റ്റ് ചെയ്യുക എന്നതായിരുന്നു. നേതാവും അനുയായികളും ചേർന്ന് തങ്ങളോട് നടത്തിയ ലൈംഗിക അതിക്രമങ്ങളായിരുന്നു ആ സ്ത്രീകൾ വിളിച്ചു പറഞ്ഞത്. രാത്രിയിൽ മാത്രം വിളിക്കുന്ന യോഗങ്ങൾ, സാരി പിടിച്ചു വലിക്കലും ദേഹത്ത് തൊടലും, ഇപ്പോഴിതാ കുഞ്ഞു മക്കളോടുള്ള ക്രൂരത കൂടി ആയതോടെ അവർക്ക് മിണ്ടാതിരിക്കാനാവുന്നില്ല. ആ കുഞ്ഞിനെ റേപ്പ് ചെയ്ത് കൊന്നിട്ടും പോലീസ് അനങ്ങിയില്ല. അത് വിളിച്ചു പറഞ്ഞ ആ അമ്മയെ കേസിൽ കൊടുക്കാനാണ് സർക്കാർ ആദ്യം ശ്രമിച്ചതെന്ന് ജനങ്ങൾ പറയുന്നു. വർഷങ്ങളായി ഇങ്ങനെയുള്ള സംഭവങ്ങൾ അവിടുത്തെ സ്ഥിരം കാഴ്ച ആയിരുന്നത്രേ. ഒരുപാട് വർഷങ്ങളായി തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശരിക്കും ഒരു ഏകാധിപത്യ ഭരണമാണത്രേ അവിടെ നടക്കുന്നത്. പാവപ്പെട്ട ദളിത് ആദിവാസികളുടെ ഭൂമി പിടിച്ചെടുത്ത് ചെമ്മീൻ കെട്ടും കോഴി ഫാമുകളും തുടങ്ങുക എന്നതാണ് അവിടെ കണ്ടുവരുന്ന രീതി. ഇത് മാത്രമല്ല, സ്ത്രീകളെയും പെൺകുട്ടികളെയും ഒക്കെ തട്ടിക്കൊണ്ടുപോവുകയും ബലാത്സംഗം നടത്തി മാസങ്ങളോളം അവരുടെ ലൈംഗിക അടിമകളാക്കി വയ്ക്കുന്ന കാഴ്ചയാണുള്ളത്. പരാതി കൊടുക്കാൻ ശ്രമിച്ചാലോ അവരെ ഈ രാഷ്ട്രീയ ഗുണ്ടകൾ കൈകാര്യം ചെയ്യുകയും ചെയ്യും. പോലീസിന് പോലും അവിടെ യാതൊരു അധികാരവുമില്ല. ഇറാഖ്, ഇറാൻ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിലെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ പശ്ചിമ ബംഗാളിലും അതുതന്നെയാണ് സംഭവിക്കുന്നത്. എന്ത് കഷ്ടമാണല്ലേ! നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവർ തന്നെ നമുക്ക് ഭീഷണിയാവുന്ന അവസ്ഥ. അതേസമയം ഇത് രാഷ്ട്രീയപരമായി ഉണ്ടാക്കിയെടുത്ത കഥയാണെന്ന് വരെ ചിലർ പറയുന്നുണ്ട്. പക്ഷെ സത്യത്തിൽ സ്ത്രീകളുടെ പ്രതിഷേധം അവരുടെ അവകാശമാണെന്നും അവരുടെ പെൺമക്കൾക്ക് വേണ്ടി ആണെന്നതുമാണ് വാസ്തവം. അല്ലാതെ സംഭവത്തിൽ രാഷ്ട്രീയപരമായ കൈകടത്തൽ ഒന്നും തന്നെയില്ല. ചിലപ്പോൾ തിരഞ്ഞെടുപ്പ് അടുക്കുന്നതിനാൽ സംഭവത്തിനെ പല ആംഗിളുകളിൽ ചിത്രീകരിക്കാൻ പലരും ശ്രമിച്ചേക്കാം. യഥാർത്ഥത്തിൽ അവിടെ ഒരു കൂട്ടം അമ്മമാരുടെ പോരാട്ടമാണ്.